ഹർഷ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് പയ്യന്നൂരിലെ ഒരു ഫണ്ട് തട്ടിപ്പ് വിവാദം വലിയ വാർത്തയാകുന്നത്. പുറമേ നിന്ന് കോൺഗ്രസിൽ നിന്നോ BJP-യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സംഘടനകളോ ആരും പറഞ്ഞതല്ല, ഒരു CPM പ്രവർത്തകൻ തന്നെയാണ് പറയുന്നത് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്നൊക്കെ. അപ്പോൾ നമുക്കറിയാം, പാർട്ടിക്കെതിരെ സംസാരിച്ച ആൾക്കാരുടെ ഗതി എന്തായിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെയും ഗതി അതിലേക്കാണോ എന്നുള്ള ആശങ്ക നമുക്കടക്കം എല്ലാവർക്കും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണനുമായി സംസാരിക്കുമ്പോൾ ഹർഷ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വീടിന് ഫ്രണ്ടിൽ കുറെ പേർ വന്ന് പടക്കം പൊട്ടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച, അദ്ദേഹത്തിന് വേണ്ടി മാർച്ചിന് ഇറങ്ങിയ ഒരു വ്യക്തിയുടെ വണ്ടി കത്തിച്ചു എന്നാണ്. അപ്പോൾ ഇനി അടുത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 12ഓളം ആളുകൾ വീടിന് മുൻപിൽ വന്നു നിന്നുകൊണ്ട് പ്രകടനം നടത്തിയെന്നും പടക്കം പൊട്ടിച്ചു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ പടക്കം പൊട്ടിച്ചത് ഒരു ഭയപ്പെടുത്തൽ, ഒരു ഭീഷണിയുടെ സ്വരമാണോ? ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് ചിലപ്പോൾ പടക്കം എന്നുള്ളത് ബോംബാകാനുള്ള സാധ്യതകളും വിദൂരമല്ലല്ലോ. കാരണം കണ്ണൂരാണ്, പയ്യന്നൂരാണ്, സ്വാഭാവികമായിട്ടും ഇതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിന് മുന്നിൽ ഈ പറയുന്ന പടക്കമോ ബോംബോ ഒന്നും തന്നെയും ഏശില്ല. പാർട്ടി തിരുത്തപ്പെടണം, അപ്പോഴും അദ്ദേഹം പാർട്ടിയെ തള്ളി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നാലോചിച്ച് നോക്കൂ, ശബരിമല പോലെ വലിയൊരു സ്വർണ്ണക്കൊള്ള നടത്തിയ വ്യക്തി, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പലരെയും ഇപ്പോഴും പാർട്ടിയിൽ കമ്മിറ്റി അംഗങ്ങളായി തന്നെ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി തുടർന്നുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കെതിരെ സംസാരിച്ച, തെറ്റ് ചൂണ്ടിക്കാണിച്ച വ്യക്തിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തി എന്നുള്ളത് വളരെയധികം നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി സാധാരണ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതെ, കഴിഞ്ഞ കുറച്ചു നേരം മുൻപ് ഞാനൊരു റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് വെറും ഒരു പാർട്ടി അംഗത്വം മാത്രമല്ല, 50 വർഷത്തെ അയാളുടെ പാർട്ടി ജീവിതമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 50 വർഷം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ നല്ലൊരു കാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച, പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച, നമുക്കറിയാം പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്താതെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ സംസാരിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അതിനെ അംഗീകരിക്കുന്ന ആൾക്കാർ, അത് കുഴപ്പമില്ല, പക്ഷെ എന്റെ പാർട്ടിയല്ലേ എന്ന് വിചാരിച്ച് അംഗീകരിക്കുന്ന, നാട്ടിൽ എന്ത് നടന്നാലും പാർട്ടിയെ ന്യായീകരിക്കുന്ന വ്യക്തികൾ. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. അയാൾക്കത് രക്തസാക്ഷി ഫണ്ട് തട്ടിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമായി, ഒരിക്കലും തന്റെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമായി അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാകാം അദ്ദേഹം അത് സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പൊ അതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരിക്കുന്നു, പാർട്ടിയിൽ തന്നെ ഉന്നയിക്കുന്നു, ഇത്തരത്തിൽ ഫണ്ട് കൊണ്ടുപോയി, ഈ ഫണ്ടിന്റെ ഒരു കണക്കും ഈ മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയിൽ അറിയിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ ഇത് പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമല്ലേ, രക്തസാക്ഷികൾക്ക് വേണ്ടി ചെയ്തൊരു കാര്യമല്ലേ എന്നൊരു കാര്യം പാർട്ടിയിൽ ഉന്നയിക്കുമ്പോൾ ആരും അദ്ദേഹത്തെ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വട്ടമല്ല, 2-3 വട്ടം പറഞ്ഞിട്ടും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ പോയപ്പോഴാണ് അദ്ദേഹം പുറത്തു വന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പാർട്ടിയോട് ഈ പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ബഹുമാനവും സ്നേഹവുമുള്ള വ്യക്തി കുഞ്ഞികൃഷ്ണൻ തന്നെയാണെന്ന് ഞാൻ പറയും. പക്ഷെ അതിന് ഇവർ കൊടുക്കുന്ന മറുപടി എന്താണ്? ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വണ്ടി കത്തിക്കുക, സമാധാനമായി വീട്ടിലിരിക്കുമ്പോൾ പുറത്തു വന്ന് പടക്കം പൊട്ടിക്കുക, ബഹളം ഉണ്ടാക്കുക. അദ്ദേഹം ആ വീട്ടിൽ ഇനി എങ്ങനെ സമാധാനമായി ഉറങ്ങും? അങ്ങനെ ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, TP വധക്കേസിലൊക്കെ TP എന്താണ് ചെയ്തത്? ഇതുപോലെ ശബ്ദമുയർത്തിയാൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഈ CPM-ന്റെ നയം എന്താണ്? നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നാണോ? നിങ്ങളോട് ചോദ്യം ഉന്നയിച്ചാൽ തിരിച്ച് കൈ ഉയർത്തുമെന്നാണോ? അതൊക്കെ തന്നെയാണ് ഈ ബാക്കി പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. നേതൃത്വത്തിന് മുന്നിൽ ഇത്തരത്തിൽ വിരൽ ചൂണ്ടുന്നവരെ എല്ലാവരും തന്നെ പാർട്ടി പൂർണ്ണമായും ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ CPM മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുൻപ് ഈ ഒരു വാർത്ത തുടങ്ങിയ സമയത്ത് പല മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത്, ഈ പറയുന്ന മധുസൂദനനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും വിമതനായി മത്സരിക്കും, പക്ഷെ മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വലിയ രീതിയിൽ ഇതിന് പിന്നാലെ വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇന്നലെ അദ്ദേഹത്തെ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നൊന്നും താൻ ചെയ്യില്ല എന്നുള്ള ഒരു നിലയിലേക്കാണ്. അദ്ദേഹത്തിന് തദ്ദേശത്തിൽ പോലും മത്സരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനമാനങ്ങളോ ആഗ്രഹമില്ല. ഒരു പാർട്ടി പ്രവർത്തകനായി തുടർന്നു പോകാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ വിമതനായി മത്സരിക്കുക, പോയിട്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഓക്കെ, പാർട്ടിക്കകത്ത് തന്നെ വേണമെന്നില്ലല്ലോ. ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരന് ജീവിക്കണമെങ്കിൽ പാർട്ടി അംഗത്വം വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇനിയും മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ തന്നെയായിരിക്കും. പക്ഷേ ഏത് പാർട്ടിയിൽ എന്നുള്ളതിന് ഇവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ കോൺഗ്രസും BJP-യും അദ്ദേഹത്തെ മുതലെടുക്കാൻ ശ്രമിക്കാനുള്ള സാധ്യതകൾ ഇനി കൂടുതലാണ്. നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ അതിലൊന്നും വീണു പോകുന്ന ആളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചതെന്ന് പറയുന്നത്
അദ്ദേഹം പറയുന്നുണ്ട്, പാർട്ടി ഒരിക്കലും തോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പാർട്ടി ഒരാൾ കുറ്റം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ തിരുത്തപ്പെടണം. അതെ, അദ്ദേഹം ഈ പറയുന്ന പോലെ പാർട്ടിയിൽ പറയാതെ പെട്ടെന്ന് ഒരു ദിവസം പുറത്തുപോയി ഫെയിമിന് വേണ്ടി പറയുകയോ അല്ലെങ്കിൽ സീറ്റിന് വേണ്ടി പറയുകയോ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി പറയുകയോ ചെയ്തതല്ല. അദ്ദേഹത്തിന് തിരുത്തപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷെ പാർട്ടി അത് മനസ്സിലാക്കിയില്ല. ഇപ്പോൾ പ്രവർത്തകരുടെ മനസ്സ് മനസ്സിലാക്കാതെ എന്ത് പാർട്ടി എന്ന് ചോദിക്കേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. ഇവിടെ നമ്മുടെ ഈ പറയുന്ന CPM അല്ലെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യം വിവാദങ്ങൾ പറയുന്ന, വർഗീയത പറയുന്ന അല്ലെങ്കിൽ കൊലവിളി നടത്തുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയും ഇത്തരത്തിലുള്ള പ്രവർത്തകരെയുമാണ്. ഇവിടെ തന്നെയും ഈ പറയുന്നത് പോലെ ഈ കുഞ്ഞികൃഷ്ണനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള, കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചവർക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും പാർട്ടി ചേർത്ത് പിടിക്കുകയും ഇവരിനിപ്പോൾ കുഞ്ഞികൃഷ്ണനെ ഇല്ലാതാക്കിയാൽ പോലും പാർട്ടി സംരക്ഷണം കൊടുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഇപ്പോഴത്തെ CPM പാർട്ടിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു നീക്കം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിരുന്നു TP വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് എല്ലാവർക്കും മാസത്തിൽ 2-3 തവണ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ പോലും സ്വാധീനിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പാർട്ടിക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത നിലയിൽ ഈ പറയുന്ന SIT പോലും പ്രതിരോധത്തിലാക്കുന്ന പാർട്ടി നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് തെറ്റ് ചെയ്തവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കാതെ അല്ലെങ്കിൽ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളെ സജീവമായി കേട്ടത് കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിൽ രാഹുലിനെ പുറത്താക്കിയപ്പോഴായിരുന്നു. അതിനെ പോലും ചോദ്യം ചെയ്ത് CPM ആണ് ഇന്ന് സത്യത്തിന് വേണ്ടി നിന്ന് അല്ലെങ്കിൽ സത്യത്തിന് നുണയ്ക്കു നേരെ അല്ലെങ്കിൽ കളവിന് നേരെ വിരൽ ചൂണ്ടിയ ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ളിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലപ്പോൾ പൂർണ്ണമായും ഇല്ലാതെയാകില്ലായിരിക്കും. പക്ഷെ അതിനെ നശിപ്പിച്ചു കളയാൻ ഇത്തരത്തിലുള്ള മധുസൂദനനെ പോലെയുള്ള പലരും ഉണ്ടാകുമെന്നുള്ളതാണ്. മധുസൂദനെതിരെയോ അല്ലെങ്കിൽ മധുസൂദനനോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവുമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ MM മണി പാർട്ടി വിട്ട് BJP-യിൽ പോയ ഒരു S രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ പറഞ്ഞത് കണ്ടു. അങ്ങ് തീർത്ത് കളയുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ MM മണിയൊക്കെ ഇത് വാതുറന്ന് പറയും, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇതുണ്ട്, അല്ലെങ്കിൽ പുറത്തു പറയാതെ ചെയ്യും. നമുക്കറിയാം അക്രമ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസ് ആണ് അക്രമ രാഷ്ട്രീയം നടത്തുന്നത് എന്ന് അവർ ആരോപിച്ചാൽ പോലും നമുക്കറിയാം CPM-നുള്ളിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അത് നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിക്കോട്ടെ, അതല്ല സജീവ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഈ പ്രവണത നമ്മൾ കാണുന്നുണ്ട്. നമുക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളെ കായിക ബലം കൊണ്ട് നേരിടുക, കായിക ബലം കൊണ്ട് അവരെ അടിച്ചമർത്തുക, ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ MM മണിയെ പോലുള്ള ആൾക്കാർ ഇത് പറയുന്നു, അത് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല നേതാക്കളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിദ്വേഷം പറയുന്ന, ഇത് അടിച്ചു തന്നെ ഇവ കൊന്നു തന്നെ തീർക്കണമെന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലും നമ്മുടെ എല്ലാം ഭീതി അത് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ ഭീതി ഇല്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, പാർട്ടിയിൽ തെറ്റുകൾ സംഭവിക്കരുത്, പാർട്ടി തിരുത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം പ്രവർത്തകരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കി. അതെ, തീർച്ചയായിട്ടും.